ഹായ് ഫ്രണ്ട്സ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ മിക്സഡ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ നമുക്ക് അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ എണ്ണ ചൂടാകുന്ന സമയത്തിലേക്ക് നമുക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്ക ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്താണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ ആരും മറന്നു പോകരുതേ. ഇപ്പോൾ വേണ്ട ഒരു 3 സവോള, 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുകൊണ്ട് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചോപ്പറിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലായതാണ്. നമുക്ക് ഒരു തക്കാളി ഇതുപോലെ വെറുതെ അരിഞ്ഞിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് നമുക്കൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിട്ട് നല്ലോണം മൂപ്പിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഇട്ടിട്ട് ഈ മസാല നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അപ്പോൾ അതിൽ നിന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേണ്ട നല്ല വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നെയ്യിൽ വറുത്ത കാഷ്യൂനട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നല്ല മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. എൻ്റെ ഇല്ലാഞ്ഞാണ് ഞാൻ ഇടാത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ചിക്കനും എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ.